ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മൾ കുട്ടി ഷോപ്പിങ്ങിന് പോവാണ്. സാവിചേട്ടനും ഞാൻ മാത്രമേ ഉള്ളൂ. കുട്ടാപ്പനും നമ്മൾ ക്യാൻസിന് വിട്ടേക്കാണ്. അപ്പോൾ ദിവസം സൺഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് കാണുമ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേ എന്നുള്ളത്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിനാണ് പോകുന്നത്, ഗോൾഡൻ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇവിടേക്ക് വന്നവർക്കറിയാം, ഒരു 4-5 സെക്ഷനൊക്കെ ആയിട്ടാണ് ഇവിടെ കടകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും റീസണബിൾ പ്രൈസിലാണ് എല്ലാ സാധനങ്ങളും കേട്ടോ. പക്ഷേ ഇവിടുത്തെ സാധനങ്ങൾ അത്രയ്ക്ക് മോശമാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അവർ തരുന്ന പൈസയ്ക്ക് വെറുത്താണ് ഇവിടുത്തെ സാധനങ്ങൾ. പിന്നെ ഡെയിലി വെയർസൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇവിടെ നിന്ന് എടുക്കാറ്. ഡ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഒരു ബ്രാൻഡ് കോൺഷ്യസ് അല്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നു കണ്ടത് നമ്മൾ എടുക്കുക, ഉപയോഗിക്കുക, അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ അതേ നമ്മൾ കുട്ടാപ്പന് വേണ്ടിയിട്ടുള്ള ട്രൗസർ ടൈപ്പ്, അതുപോലെ പാൻറ്റ് ടൈപ്പ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി വെയറിന്. കുട്ടാപ്പന് ഏറ്റവും കൂടുതൽ പാൻറ്റുകൾ ഇടാനായിട്ട് ഇഷ്ടം. അത് കാരണം ട്രൗസർ ടൈപ്പ് നമ്മൾ ലൂക്കൊക്കെയാണ് എടുത്തത്. പിന്നെ സാവിചേട്ടൻ അവിടെ നിന്ന് ഷർട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഡെയിലി യൂസിനും. അതുപോലെ പുറത്തേക്കൊക്കെ വെറുതെ ഒന്ന് പോകുമ്പോൾ ഇടാനായിട്ട് ഷർട്ടുകളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. ഷർട്ടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ക്വാളിറ്റി നമ്മൾ കടയിൽ ടെക്സ്റ്റൈൽസിൽ നിന്ന് പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 599, 499 ആ ഒരു റേഞ്ചിൽ അവർ പ്രൈസ് ഇടും. പക്ഷേ ആ സെയിം ക്വാളിറ്റി തന്നെ ഇവിടെ ഷർട്ട് നമുക്ക് നല്ല റീസണബിൾ പ്രൈസിൽ തന്നെ കിട്ടി കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടകളൊക്കെ തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കുട്ടാപ്പിനെ കാറ്റിസിനെ വിട്ടാണ്ട് പിന്നാലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നേരം വൈകിട്ടുണ്ടെങ്കിൽ ഉച്ച സമയമാവും, നല്ല വെയിലായിരിക്കും. കാരണം ഇപ്പോൾ 9:30 തന്നെ അത്യാവശ്യം നല്ല ചൂടുള്ള വെയിലാണ്. കടകളൊക്കെ ഓരോന്ന് തുറന്ന് വരുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആദ്യത്തെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ ഒന്ന് പതിയെ ഒന്ന് നടന്ന് അങ്ങനെ നീങ്ങി അങ്ങനെ നമ്മുടെ ഡെയിലി വെയർസ് എടുക്കാനായിട്ട് കയറി. അപ്പോൾ ചേട്ടൻ അവിടെ തുറക്കണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ വന്നെന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടന്മാരെ ധൃതി പിടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 9:30 സമയമായിട്ടുള്ളൂ. പക്ഷെ നല്ല ചൂടുള്ള വെയിലായിരുന്നു. അവിടെ നിന്നിട്ട് വിയർത്തൊലിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് തന്നെ ചോദിച്ചു, എങ്ങനെയാണ് ചേട്ടൻ ഇവിടെ ഇരിക്കണേ എന്നുള്ളത്. ചേട്ടൻ തന്നെ 2-3 ഫാനും അകത്ത് ഫിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഇരിക്കാതെ വയ്യല്ലോ, ജോലിയാണല്ലോ നമുക്ക് അന്നം. അങ്ങനെ നമ്മൾ പല്ലാസ സെറ്റും അതിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ വാങ്ങിക്കാനൊന്നുമല്ല കേട്ടോ പോയത്, വെറുതെ ഒന്ന് നടന്നതാണ്. ഇനി എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ വാങ്ങാനായിട്ട് എന്തൊക്കെയാണ് മറന്നു പോയെന്നുള്ളത് ഓർക്കണത് അവിടെ എത്തിയിട്ടാട്ടോ. ചെരുപ്പുകൾ, ക്ലിപ്പുകൾ, പെർഫ്യൂമിനൊക്കെ സംബന്ധിച്ച് നമ്മളൊരു ബ്രാൻഡ് കോൺഷ്യസേ അല്ല. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മണം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും, അങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ പോയിട്ടൊരു പെർഫ്യൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് മേടിക്കാനുള്ളത്. അപ്പം നമ്മുടെ കൊച്ചു ഷോപ്പിംഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ച് പൈസയുള്ളതെന്ന് വെച്ചാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം പൈസ നമ്മുടെ പൊടിഞ്ഞിട്ടാണ് പോവുക. കാരണം അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഓരോന്നും വാങ്ങിക്കാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത് ഗൈസ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം അവസാനിച്ച്